സഭാ മേലധ്യക്ഷന്മാരുടെയും ക്രൈസ്തവ വോട്ടുകളുടെയും അക്കൗണ്ട് പറഞ്ഞ് സീറ്റ് വാങ്ങിച്ച് BJPയിൽ സ്ഥാനമാനങ്ങൾ മേടിച്ച് വല്ലതും നക്കിത്തിന്നാനുള്ളത് നക്കിത്തിന്ന് പോയാൽ മതി. കേരളത്തിലെ ഇന്ത്യയിൽ വരുന്ന 2.25% ക്രൈസ്തവർ BJPയുടെ കരുണയിലാണ് ജീവിക്കുന്നത് എന്ന PC ജോർജിൻ്റെ മനസ്സിലിരിപ്പും വർത്താനമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അല്ല, ഇത് കേരളത്തിലെ പ്രശ്നം മാത്രമല്ല. മണിപ്പൂർ സംഘർഷബാധിത പ്രദേശത്ത് ഞാനും ഡീൻ കുര്യാക്കോസും ആദ്യ മാസം തന്നെ പോയിരുന്നു. അവിടെ സെൻറ്റ് ജോസഫ്സ് എന്ന് പറയുന്ന 1984 തുടങ്ങിയൊരു സ്ഥാപനമുണ്ട്. ഇംഫാൽ നഗരത്തിൻ്റെ നടുക്കാണ് മണിപ്പൂര്. അവിടെ നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. കണ്ണായ ഭൂമിയാണ്. നിങ്ങൾ ക്രൈസ്റ്റ് കോളേജ് എടുത്ത് നോക്കിക്കോ, യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, എത്ര ഏക്കർ ഭൂമിയിലാണത്. എല്ലാ പ്രധാനപ്പെട്ട പള്ളികളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫണേജസും വെൽഫെയർ സെൻ്ററുകളും സെമിനാരികളും എല്ലാം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിലെ, മധ്യപ്രദേശിലെ, ഛത്തീസ്ഗഡിലെ, ജാർഖണ്ഡിലെ, ഡൽഹിയിലെ എല്ലാം കണ്ണായ ഭൂമിയിലുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ് RSSൻ്റെ മൗത്ത് പീസായ ഓർഗനൈസറിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളിവിടെ എന്ത് കാലിട്ടടിച്ചാലും അടിസ്ഥാനപരമായ അവരുടെ RSS ഐഡിയോളജിയിലേക്ക് മുസ്ലിം വിഭാഗത്തിന് ശേഷം ക്രൈസ്തവ വിഭാഗമാണ് എന്ന് ഓർത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഇവിടെ ഇവന്മാരിട്ട് വായിട്ട് അലച്ചാലൊന്നും അത് മാറാനൊന്നും പോകുന്നില്ല. എന്തായിരുന്നു നന്ദി മോദി എന്ന് പറഞ്ഞ് ഇവിടെ പരിപാടി നടത്തിയല്ലോ. അവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചോ? മുനമ്പത്തെ ജനതയ്ക്ക് നീതി കൊടുക്കാൻ പറ്റിയോ? ഞങ്ങൾ പറഞ്ഞല്ലോ, വഖഫ് ബില്ല് വേറെയാണ്, മുനമ്പം ഭൂമിയുമായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതാണ്. അണ്ടർ വാട്ട് പ്രൊവിഷൻ, അണ്ടർ വാട്ട് സെക്ഷൻ, അണ്ടർ വാട്ട് പ്രൊവൈസോ ഈസ് ദ മുനമ്പം പീപ്പിൾ ഗോയിങ് ടു ഗെറ്റ് ലാൻഡ് എന്ന് ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു, മറുപടി പറഞ്ഞില്ല. കിരൺ റിഡ്ജു മറുപടി പറഞ്ഞില്ല. ഇവിടെ വന്ന് അബദ്ധം പറഞ്ഞു, അത് കഴിഞ്ഞ് അത് തിരുത്തി പറഞ്ഞു 2 ആഴ്ചക്കകം റൂൾസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. ഞാൻ പറഞ്ഞു, വിൽ ദേ ഹാവ് ടു ഫൈറ്റ് ദ ലീഗൽ ബാറ്റിൽ ഫോർ ദെയർ എൻറ്റയർ ലൈഫ്. കാര്യം ഇത്രയേ ഉള്ളൂ. ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് കാണിച്ചിട്ട് ഞാൻ MLA ആയവനാണ്, ഞാൻ ഇത്ര തവണ MLA ആയവനാണ്, എനിക്കതിൻ്റെ ഒരു മെജോറിറ്റി കിട്ടും, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അമിത്ഷായുടെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയവര്, ആ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിയ ആളുകളാണ് PC ജോർജ് എന്ന് പറയുന്ന പരമചെറ്റയും അവൻ്റെ തന്തയില്ലാ മകൻ ഷോൺ ജോർജും അല്ലേ. അപ്പം അവർക്ക് ഇപ്പോൾ വലിയ വേവലാതിയാ, വലിയ ആവലാതിയാ. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 8 നിലയിൽ ഈ പൂഞ്ഞാറിലെ ചെറ്റയും അവൻ്റെ തന്തയില്ലാത്ത മകനും പരാജയപ്പെടുമെന്നുള്ളത് കാര്യം ഉറപ്പാ. അവിടെ നിന്നാണ് സഭയ്ക്കെതിരെയും സഭയുടെ മെത്രാന്മാർക്കെതിരെയും ഒക്കെ അസഭ്യവർഷവും തെറിവിളികളുമായിട്ട് ഈ പരമചറ്റ ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളതാ. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്രൈസ്തവ സമൂഹം കുറച്ച് താമസിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോഴും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലായിട്ടില്ല എന്ന മട്ടിലാണ് നിൽക്കുന്നത്. ഒരു ഉറപ്പിലേക്ക് എത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ പറയുന്ന RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാ. RSSൻ്റെ അജണ്ടകൾ നടപ്പിലാക്കുക. അതിനാദ്യം വേട്ടയാടാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായത്തെ ആയിരുന്നു. അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് കരുതി. പക്ഷേ നരേന്ദ്രമോദിയും അവൻ്റെ തന്തയും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിൽ പങ്കുള്ളവനാ മുസ്ലിം. ഈ രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കുള്ളവനാ മുസ്ലിം. അവനൊക്കെ പാരമ്പര്യത്തിൽ നിന്ന് മൂക്കിലൂടെ വലിച്ചു കയറ്റിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവനൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതിനപ്പുറം ഒന്നും പറയാനില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ക്രൈസ്തവർക്ക് നേരെ ഇറങ്ങിത്തിരിക്കുന്നത്. ഹൈബി ഈഡൻ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്.
ഹൈബി ഈഡൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യമാണ്. വലിയ കാര്യമാണത്. കാരണം ക്രൈസ്തവ സമൂഹത്തിന്, സഭയ്ക്ക്, ഈ രാജ്യത്തുടനീളമുള്ള എഡ്യൂക്കേഷണൽ ട്രസ്റ്റുകൾ, അതുപോലെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയ സ്ഥാപനങ്ങൾ, സെമിനാരികൾ, എന്തൊക്കെയാവട്ടെ, എല്ലാം ഉള്ളത് ഈ രാജ്യത്തിൻ്റെ കണ്ണായ സ്ഥലത്താ. ഇതുപോലെ മുസ്ലിം സമുദായത്തിനും ഉണ്ടായിരുന്നു, ഉണ്ട് ഇപ്പോഴും. ആ സ്ഥലമെല്ലാം കൈയടക്കാനുള്ള ഒരു ബില്ലായിരുന്നു വഖഫ് ഭേദഗതി ബില്ല്. അതുപോലെ തന്നെ നിങ്ങളുടെ അസ്തിത്വത്തെ, അടിസ്ഥാനത്തെ, അടിവേരിനെ മാന്തിയെടുക്കാനാണ് ഈ FCRA. അതൊക്കെ അങ്ങനെയല്ല, കണക്ക് ബോധിപ്പിച്ചാൽ മതി എന്നൊക്കെ PC ജോർജിനെ പോലെയുള്ളവൻ പറയുന്നുണ്ടെങ്കിൽ അവന് കണക്ക് ബോധിപ്പിക്കാനുള്ളത് കൊണ്ടാണ് അവൻ ഇതൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങി നക്കി മകനും തന്തയും കൂടിയിട്ട് ഇപ്പം അതിന് കണക്ക് പറയണം. പരാജയപ്പെട്ടാൽ അതിന് കണക്ക് പറയണം. ആ പണം എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അതിന് കണക്ക് പറയണം. ആ ഒരു വല്ലാത്ത വേവലാതിയും ആവലാതിയുമായി ഇപ്പോൾ ക്രൈസ്തവ സഭയ്ക്ക് നേരെ, മെത്രാന്മാർക്ക് നേരെയൊക്കെ ഇവർ തിരിയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ദീപികക്കെതിരെ, പത്രത്തിനെതിരെയാണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. പത്രം പറയും, അത് അവരുടെ നിലപാടുകൾ പറയും. എന്താ പത്രം UDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പ്രശ്നം? എന്താ? ഒരു സമുദായത്തെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഇടയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖപത്രത്തിൽ പ്രസംഗം എഴുതിയാൽ, എഡിറ്റോറിയൽ എഴുതിയാൽ എന്താണ് കുഴപ്പം? BJPക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ക്രൈസ്തവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് ഈ തന്തയില്ലാത്ത PC ജോർജും അവൻ്റെ തന്തയില്ലാത്ത മകൻ ഷോൺ ജോർജുമല്ല. അത് അവർ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഷോണ് ഇടക്കിടക്ക് പറയുന്നത്, ഞാൻ അമിത്ഷായോട് എന്ത് പറയും? ഷോണ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടില്ലേ? ഞാൻ അമിത്ഷായോട് എന്ത് പറയും? കാരണം എന്താ? അമിത്ഷായോട് കണക്ക് പറയണം. എന്തിൻ്റെ കണക്ക്? എണ്ണി വാങ്ങി നക്കിയതിൻ്റെ കണക്ക് പറയണം. ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അമിത്ഷായുടെ കയ്യിൽ നിന്ന് പണമെണ്ണു വാങ്ങിയത്. അപ്പോൾ ആ വോട്ട് ബാങ്ക് കയ്യിലുള്ളവൻ തോറ്റാലോ? എവിടെയാ മത്സരിച്ചത്? ഒന്ന് പൂഞ്ഞാറിൽ, ഒന്ന് പാലായിലും. ഈ വോട്ട് ബാങ്ക് നിയന്ത്രിക്കുന്ന 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ട് 8 നിലയിൽ പരാജയപ്പെടുമെന്നുള്ള ഉറപ്പാ. അപ്പോൾ അമിത്ഷായോട് എന്ത് പറയാൻ പറ്റും? അമിത്ഷായോട് പറയണം, ആര്? ഷോൺ ജോർജ് എൻ്റെ തന്നെ തന്തയാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും കേരളത്തിലെ ജനവിഭാഗങ്ങളുടെ തന്ത എൻ്റെ ജോർജ് അല്ല എന്നുള്ളത് തനിക്കുറപ്പുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ക്രൈസ്തവരുടെ എല്ലാവരുടെയും ഈ ഹോൾസെയിൽ തന്തയാവാനുള്ള ശ്രമം ഈ പറയുന്ന PC-യും അവൻ്റെ മകൻ രണ്ടുപേരും ഉപേക്ഷിക്കണം. അത്രയേ ഉള്ളൂ. കാരണം നിങ്ങളുടെ DNA-ക്ക് അതിനുള്ള കെൽപ്പില്ല. നിങ്ങളുടെ DNA-ക്ക് ആ തന്തയാവാനുള്ള കെൽപ്പില്ല. നിങ്ങളുടെ ജെയിനിനും ആ തന്തയാവാനുള്ള കെൽപ്പില്ല. അതുകൊണ്ടാണ് പറയുന്നത്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളെ 2 പേരെയും ഉണ്ടാക്കി ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ, അവനെ ഉണ്ടാക്കി അവൻ്റെ തല തൊട്ടപ്പനുണ്ടെങ്കിൽ, ഒറ്റൊന്നിനെ കൊണ്ടും പറ്റൂല. നിങ്ങളുടെ ജീൻ ഏതാണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ യൂദാസിൻ്റെ ജീനാ നിങ്ങളുടേത്. ക്രൈസ്തവരുടെ സകലമാന തന്തയുമാകാനുള്ള ശ്രമം. ഡൽഹിയിൽ പോയിട്ട് പറയുന്ന കാര്യമൊന്നും ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ഇവർ ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞ് ഞങ്ങളാണ് എല്ലാം, ഞങ്ങളുടെ കയ്യിലാണ് വോട്ട് ബാങ്ക്, അതുകൊണ്ട് ഞങ്ങൾ പറയും പോലെയാണ്. പണം വേണം, വാങ്ങി നക്കി തൂറി 2 അത്രയേ ഉള്ളൂ. അതാണിപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നവും. ജയിക്കാത്തതൊന്നല്ല പ്രശ്നം. അതിനേക്കാളൊക്കെ ഉപരി ഈ വാങ്ങി നക്കിയ പണത്തിന് കണക്ക് പറയണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പറയാൻ ഒന്നുമില്ല. കാരണം ഒന്നും പറയാൻ പറ്റൂല. തോറ്റു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. തോൽവി അവർ 2 പേരും ഉറപ്പിച്ചിട്ടുണ്ട്. അതായിപ്പോൾ 2 പേർക്കും വലിയ ആവലാതി, വലിയ വേവലാതി. BJPയുടെ ഔദാര്യത്തിലാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം. BJPയുടെ ഔദാര്യത്തിലേ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ ക്രൈസ്തവരുടെ പാരമ്പര്യവും BJPയുടെ പാരമ്പര്യവും നിങ്ങളൊന്ന് എടുത്തു നോക്ക്. ഈ രാജ്യത്ത്
എന്നിട്ട് പറയാണ് ഈ രാജ്യത്ത് BJPയുടെ ഔദാര്യത്തിലാണ് ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാ. ഒന്ന് ആലോചിക്കണം. ഭയപ്പെടുത്തിയിട്ട് കീഴ്പ്പെടുത്തുക, അങ്ങനെ ഉണ്ടല്ലോ, ഭീഷണിപ്പെടുത്തിയിട്ട് അക്രമം അഴിച്ചു വിട്ട് ഭയപ്പെടുത്തുക. കേരളത്തിൽ നിന്ന് പോയ 2 കന്യാസ്ത്രീകൾ, അവർ ഛത്തീസ്ഗഡിൽ നേരിട്ട ദുരനുഭവം, അഹമ്മദാബാദിലും ഒഡീഷയിലും ഡൽഹിയിലും ജബൽപൂരിലും ഗുജറാത്തിലും നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഇവരാരെങ്കിലും കൊള്ളയടിച്ചോ? ആരെങ്കിലും കൊന്നോ? എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താ? വിശ്വാസം. ആ വിശ്വാസത്തെ അവർ ഉയർത്തിപ്പിടിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ചെയ്യരുത് എന്ന് ഇവിടുത്തെ മെത്രാന്മാര് തങ്ങളുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൽ തെറ്റ്? എന്താ അതിൽ തെറ്റ്? അതിനിപ്പോൾ ഞാൻ പള്ളി പോകാറുണ്ട് എന്നാണ് ആര് പറയുന്നത്? പൂഞ്ഞാർ ചെറ്റ പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? യൂദാസ് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാരിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു യൂദാസ്. യേശുവിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയാ ക്രിസ്തുവിനെ പിന്നിൽ നിന്ന് കുത്തിയത്. യേശു ക്രിസ്തുവിനെ പിന്നിൽ നിന്ന് കുത്തിയത് ആ വ്യക്തിയാ. അപ്പം ഇവൻ പള്ളിയിൽ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ പാതിരിമാരും പിതാക്കന്മാരും ഒന്ന് സൂക്ഷിച്ചോ. ഏത് നിമിഷവും ഒരു കടാരയുടെ ആക്രമണം നിങ്ങൾ പ്രതീക്ഷിക്കണം. വിശ്വാസികളും കൂടെ നിന്ന് കുത്തും. ചിലപ്പോൾ കണ്ണൊക്കെ മൂടി ഇങ്ങനെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേയിരിക്കും വയറ്റിന് കടാര കയറ്റുന്നത്. അതാണ് ഇവൻ്റെ പാരമ്പര്യം, ഇവൻ്റെ ജീനത, ഇവൻ്റെ DNA അതാ, ഒറ്റുകാരൻ്റെ DNA. അതുകൊണ്ട് സൂക്ഷിക്കണം, ക്രൈസ്തവർ സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ കൂടെയുള്ളവനാണ് നിങ്ങളുടെ ശത്രു. കൂടെ പള്ളിയിൽ വരുന്നവനാണ് ശത്രു, കുർബാന കൈക്കൊള്ളുന്നവനാണ് ശത്രു. VC ജോർജ് എന്ന് പറയുന്ന പരനാറിയാണ് നിങ്ങളുടെ ശത്രു. ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഒരുപാടുണ്ടാകും. ആ ഭീഷണികൾക്കും ഭയപ്പെടുത്തലുകൾക്കും മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തിയാൽ പിന്നെ നിങ്ങളുടെ അടിവേരർക്കം പിഴുതെടുക്കും. ഇവര് അടിവേര് മാന്തും. അതിനുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യം പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സംഘപരിവാറിൻ്റെ വായിൽ നിന്ന് ആദ്യം വരിക രാജ്യസുരക്ഷയാ. അതൊരു ട്രാപ്പാണ്. ഈ രാജ്യസുരക്ഷ എന്ന് പറഞ്ഞ് എന്ത് അവകാശങ്ങളും ലംഘിക്കുവാനുള്ള ഒരു മാധ്യമമാണ്, ഒരു മീഡിയമാണ് ഈ രാജ്യസുരക്ഷ എന്ന് പറയുന്നത്. എന്നാൽ ഇവര് ഭൂലോക രാജ്യവിരുദ്ധരും ദേശദ്രോഹികളുമാണ് അല്ലേ? ഇപ്പൊ പൂഞ്ഞാറിൽ PC ജോർജിന് ചാക്കുകെട്ടുകളിൽ വന്ന പണം, അതിൻ്റെ കണക്കെന്താ? അത് വെള്ളപ്പണമാണോ? അത് നല്ല ഒന്നാന്തരം ബ്ലാക്ക് മണിയല്ലേ? ആ ബ്ലാക്ക് മണി ഈ രാജ്യത്ത് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നത് ആരാ? ഇവിടുത്തെ സംഘപരിവാരമാണ്. ഇവരല്ലേ ഈ രാജ്യത്തെ ദേശദ്രോഹികള്? ഇവരല്ലേ ഈ രാജ്യത്തെ തീവ്രവാദികള്, വർഗീയവാദികള്? ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരാരാ? ഈ രാജ്യത്തെ സംഘപരിവാരമാണ്. അപ്പോൾ ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നുള്ള ഒരു ഐഡിയോളജിയുമായിട്ടാണ് സംഘപരിവാർ ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ സംഘപരിവാർ മനസ്സിലാക്കേണ്ടത് PC ജോർജും അവൻ്റെ മകനുമല്ല കേരളത്തിൻ്റെ തന്ത എന്നുള്ളത്. ഈ ജനത പ്രബുദ്ധതയുള്ളവരാണ്, രാഷ്ട്രീയ ബോധ്യമുള്ളവരാണ്. അവരുടെ രാഷ്ട്രീയ ബോധത്തെ നോട്ടുകെട്ടുകൾ കൊണ്ട് എണ്ണി വാങ്ങാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക.